എല്ലാവർക്കും നമസ്കാരം. 2020 സെപ്റ്റംബർ 13 കഴിഞ്ഞിട്ടുള്ള നീറ്റ് പേപ്പറിന്റെ ഫിസിക്സ് പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആൻസേഴ്സ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് എക്സാം കഴിയുന്നവർക്ക് എന്തൊക്കെ ശരി ഉത്തരങ്ങളുണ്ട് തെറ്റുത്തരങ്ങളുണ്ട് എന്നുള്ളത് അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി എക്സാമിലോട്ട് പഠിക്കുന്ന ഭാവിയിലുള്ള റിപ്പീറ്റ് ചെയ്യുന്നവർക്കായാലും അതല്ല നെക്സ്റ്റ് ജനറേഷൻ +2 കഴിഞ്ഞ് വരുന്നവർക്കായാലും ഈ പേപ്പറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻസറിങ് മെത്തേഡാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ഫിസിക്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സ്ക്രൂ ഗേജ് ഹാസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.01 mm and there are 50 divisions in its circular scale. The pitch of the screw gauge is. Actually pitch equation direct അറിയുന്നതാണ്. Pitch is equal to number of divisions into least count. But actually രണ്ടും തന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 0.01 mm ലാണ് ക്വസ്റ്റ്യൻ, mm ലാണ് ആൻസർ. സോ ചേഞ്ച് ചെയ്യേണ്ട. ഇൻ 50 0 ക്യാൻസൽ, 0.5 mm ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The mean free path for a gas with molecule diameter d and number of density n can be expressed as. ഡയറക്റ്റ് ഇക്വേഷൻ ഉള്ളതാണ്. അത് ജസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ആവശ്യമുള്ളൂ. 1/√2 n pi d² എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, എളുപ്പത്തിൽ കിട്ടിയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വൺ, എ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 times the threshold frequency is. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്നത് 1.5 times threshold frequency ആണ് on a photosensitive material. What will be the photoelectric current if the frequency is halved? P frequency പകുതിയാക്കി കഴിഞ്ഞാൽ എത്ര വരിക? 0.75 into threshold frequency. ഈ സമയത്തുള്ള ഫോട്ടോഇലക്ട്രിക് കറന്റ് ആണ്. ആക്ച്വലി ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് µ0 ആണ്. അതിനേക്കാൾ ലെസ് ആണ് ഈ 0.75 പറയുന്നത് അല്ലെ. അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ താഴെയുള്ള ഒരു ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. ബേസിക് ആണ്. ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരിക്കില്ല. there will be no photoelectric current. Actually the answer is 0. Okay, in a certain region of space with volume 0.2 meter cube, ഏതാ സ്പേസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു സ്ഫിയർ ആയിട്ട് കണക്കാക്കാം. The electric potential is found to be 5 volt throughout. So എല്ലായിടത്തും 5 volt ആണ്. ഇറ്റ്സ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. The magnitude of electric field. ആക്ച്വലി നമുക്കറിയാം E is equal to minus dV/dx എന്ന് പറയാം. സോ ഇവിടെ V കോൺസ്റ്റന്റ് ആണെങ്കിൽ E equal എന്താ? 0 ആണ്. സോ 0. അതായത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർഫസ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following graph represent the variation of resistivity with temperature for copper? Copper എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടക്ടർ ആണ്. സോ ഇൻക്രീസസ് ആണ് വരിക അല്ലെ. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിന് അനുസരിച്ച് ഇൻക്രീസ് ചെയ്തു. സോ ഈ ഗ്രാഫ് അല്ല ആൻസർ. ഓപ്ഷൻ 1 തെറ്റാണ്. ഓപ്ഷൻ 2 ഓക്കെ ആണ്. ഓപ്ഷൻ 3 തെറ്റാണ്. ഓപ്ഷൻ 4ഉം നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ കോപ്പർ എന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടക്ടർ ആണ്. അലോയ് ഒന്നും അല്ല. അലോയ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു, എന്താ വലിയ ചേഞ്ച് ഇല്ലാത്ത രീതിയിൽ. പക്ഷെ കോപ്പറിന്റെ കേസിലൊക്കെ there will be tremendous increase അല്ലെ. µ0 into 1 plus alpha delta t ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഗ്രാഫാണ് ഡയറക്റ്റ് NCERT നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്രാഫ് കൂടിയാണ്. ഓക്കെ, a wire of length L, area of cross section A is hanging from a fixed support. The length of the wire changes to L1. ഇനീഷ്യൽ ഉണ്ടായിരുന്ന ലെങ്ത് L ആയിരുന്നു, പിന്നെ ചേഞ്ച് ചെയ്തു L1. സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് L1 മൈനസ് L ആണ്. മാസ് M is suspended. സോ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. ദ എക്സ്പ്രഷൻ ഫോർ യങ്സ് മോഡുലസ്. ഡയറക്റ്റ് ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ ദാ FL/A delta L. സോ സബ്സ്റ്റിറ്റ്യൂട്ട് mgl divided by A into L1 minus L. So option is C. Is used now.
In a guitar, two strings A and B made of same material are slightly out of tune and produce beats of frequency 60 Hz. Beat ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60 ഹെർട്സിന്റെ ഫ്രീക്വൻസി ഉള്ള ബീറ്റ്. The tension in B is slightly decreased. The beat frequency increases to 7 Hz. If the frequency of A is എയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 530 ഹെർട്സ് ആണ്. അപ്പൊ അതിന്റെ ബീറ്റ് ആണ് എവിടേക്ക് എത്തുന്നത്, ബിയിലേക്ക് എത്തുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 6 ഹെർട്സ് ആണ് അവിടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. രണ്ട് ഓപ്ഷൻസ് നമുക്ക് ചാൻസ് ഉണ്ട്. 536 ആവാം, 524 ആവാം, കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇനീഷ്യൽ തന്നെ ഈ രണ്ട് ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. ഇത് രണ്ടിനാണ് ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനോട് പോവാം. വെൻ ടെൻഷൻ ഇൻ ബി ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്, ഇവിടുത്തെ ടെൻഷൻ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ദ ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ് ടു 7 ഹെർട്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് കുറഞ്ഞ എന്താണ്ടാവുക 535 ആവും. പക്ഷെ ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി എത്രയാവുള്ളൂ, 5 ആവത്തുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഒരു പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 523 ആണ് വരിക. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി എത്രയാ, 7 ആണ്. അപ്പോ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാ, 524 ആണ്. സോ ഓപ്ഷൻ ഈസ് എ. A 40 microfarad capacitor connected to 200 volt 50 Hz AC supply. RMS value of the current in the circuit is nearly. Okay, ഇവിടെ കപ്പാസിറ്റർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ RMS വാല്യൂ ഓഫ് കറന്റ് പറയുമ്പോൾ എന്തായിരിക്കും, IRMS is equal to VRMS divided by XC എന്ന് കൊടുക്കാം. എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/C omega. സോ ഡിവിഷൻ ആയിരിക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷനോട്ട് വരും, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ VRMS 200 വോൾട്ട് ഇൻറ്റു സിയുടെ വാല്യൂ 40 ഇൻറ്റു 10⁻⁻6 മൈക്രോ ആണ്. 2π ന്യൂവിന്റെ വാല്യൂ 5 ഒമേഗ ആണ്, കൺവേർട്ട് ചെയ്തു. ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. ഇവിടെ 100π ആണ്, 100π. സോ ഇവിടെ 200 ഉണ്ട്. സോ 2000π ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 80,000 ഇൻറ്റു 3.14 ഇൻറ്റു 10⁻⁻6. സോ 4 zeros ക്യാൻസൽ, 10⁻². 8 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 24, ഏകദേശം 24 ഇൻറ്റു 10⁻² വരും. സോ സോറി 10⁻⁻1 വരും, 50 ഉണ്ട് ഇവിടെ. സോ ഏകദേശം 2.5 ആണ് നമ്മുടെ ആൻസർ വരാം. ഓക്കെ, 2.5 ആയിട്ട് നമുക്ക് എടുക്കാം, 0.85 എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട്. ക്ലിയർ? A ball is thrown vertically downward with velocity 20 meter per second from the top of a tower. It hits the ground after some time with a velocity 80 meter per second. So initial velocity 20, final velocity 80. Height ആണ് question. G is 10 meter per second square. Actually 9th standard ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. v² - u² is equal to 2as എടുക്കാം. സോ s ഇവിടെ h, v² - u² is equal to 2a. 80² - 20² divided by 2 into 10. 80² means 6400 minus 400 divided by 20. So 6000 divided by 20, which means 300 meter. Easy question, direct substitution. An electron is accelerated from the rest through potential difference v volt if the de Broglie wavelength of the electron is, so lambda is equal to 1.227 into 10⁻⁻² nanometer potential difference. Actually നമുക്ക് അറിയുന്നതാണ് ലാംഡയും പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ കണക്ട് ചെയ്ത ഇക്വേഷൻ. ലാംഡ is equal to 1.227 by root v nanometer. ഇവിടുത്തെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ √2v is equal to, രണ്ടും സിമിലർ വാല്യൂസ് തന്നെയാണ് അല്ലെ. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 10⁻⁻² ബിലോ വരും, അത് മുകളിലോട്ട് കയറ്റുമ്പോൾ 10² എന്നാവും. സോ v is equal to 10 വോൾട്ട്. സോറി 10² സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 10² ഇൻറ്റു 2 വരും. സോ 10⁻⁴ വോൾട്ട് സ്ക്വയർ ചെയ്യാം കേട്ടോ.
For the logic is shown in the truth table is. Okay, truth tables are കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ ഇക്വേഷൻ എടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ബൂലിയൻ അൽജിബ്ര വെച്ച് നമുക്ക് കണക്കാക്കാം. A given, so it is NOT gate, A bar, B bar, it is NOR gate, so A bar plus B bar all bar. It is actually A dot B. This equation. So ഇതൊരു AND gate ആണ്. ഇനി ഇതിങ്ങനെ എടുക്കണമെന്നില്ല. നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോ വാല്യൂ ഇൻപുട്ട് ചെയ്ത് നോക്കാം. 0 0 that gives 1 1. ഇവിടെ എന്ത് വരും? 1 plus 1 1 gives 0. So 0. Next step. When I putting 0 1 1 0 1 plus 0 1. So എന്ത് വരും? 0. ഓൾട്ടർ ചെയ്യാം. നോട്ട് ഗേറ്റ് ആണ് എക്സ്ട്രാ വരുന്നത്. അഗെയിൻ ഇവിടെ 1 0 കൊടുക്കുന്നു. ഇവിടെ എന്താവും? 0 1 ആവും. 1 plus 0 1 ആണ്. വീണ്ടും എന്താകുമ്പോൾ എന്താ? 0 വരും. നെക്സ്റ്റ് 1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 0 0 എന്നാവും. സോ ഇവിടെ എത്തുമ്പോൾ 0 plus 0 0 gives 1. 1 1 gives 1. ആക്ച്വലി എന്താ? ഒരു ഓർ ഗേറ്റിന്റെ അതേ കിട്ടുന്നത് അല്ലെ? സോ 3 zeros and 1. ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 4 ഓക്കെ ആണ്. 4 ആണ് ആൻസർ. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ബൂലിയൻ അൽജിബ്ര വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ച് ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. A short electric dipole has a dipole moment P തന്നിട്ടുണ്ട്. Potential due to dipole at point, distance തന്നിട്ടുണ്ട്, angle തന്നിട്ടുണ്ട്. So potential due to electric dipole equation V is equal to K P cos theta divided by R square. K value fixed ആണ്. 9 into 10 raised to 9. P യുടെ വാല്യൂ തന്നിട്ടുണ്ട് 16 into 10 raised to minus 9 into cos 60 all divided by 0.6 whole square. Okay. 10 raised to 9 10 raised to minus 9 cancel. ഇത് 1/2 ആണ്. 1/2 16 8 വരും. 8 into 9 72 divided by 0.36. 2 ആണ് വരുന്നത്. For that 10 raised to minus 2 ആയതുകൊണ്ട് 200 volt. ഓപ്ഷൻ എ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ NCERT ഉള്ള ഇക്വേഷൻ ആണ്. Next question. An iron of susceptibility 599 is subjected to magnetizing field of 1200 ampere per meter. The permeability of the material. Actually permeability susceptibility കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആദ്യം relative permeability is equal to 1 plus chi എന്ന് അറിയാം അല്ലെ? Magnetism and matter. So 1 plus 599 means 600 ആണ് അവിടുത്തെ വാല്യൂ. ആക്ച്വലി ചോദിച്ചുള്ളത് permeability of the material ആണ്. So mu is equal to mu 0 into mu r. So mu 0 value given 4 pi into 10 raised to minus 7 into 600. So 24 pi into 10 raised to minus 5. 24 pi പക്ഷേ ആൻസർ ഉണ്ട്. 2.4 pi എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2.4 ആക്കുമ്പോൾ 5 ആക്കുമ്പോൾ 10 raised to 2.4 ആകുമ്പോൾ 10 raised to 4. ഓപ്ഷൻ ഡി. ഓക്കെ. The increase in width of the depletion region in a PN junction diode is due to reverse bias ആണ് അതിന്റെ റീസൺ അല്ലെ? ഈ വിഡ്ത് കൂടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. പിന്നെ ഡയറക്റ്റ് ബേസിക് കോൺസെപ്റ്റ് ആണ് സെമി കണ്ടക്ടറിന്റെ. നെക്സ്റ്റ്, capillary tube of radius r is immersed in water and water rises in it to height h. The mass of the water in the capillary is 5 g. Another capillary tube of radius 2r is immersed in water. The mass water that will rise in the tube is. കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് ആണ് ചാപ്റ്റർ. കാപ്പിലറൈസിന്റെ ഇക്വേഷൻ തുടങ്ങാം. കാപ്പിലറൈസ് H is equal to 2s cos theta divided by rho g r. So directly അറിയുന്നതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. ഇവിടെ അറിയുന്നത് റേഡിയസും ഈ ഹൈറ്റ് തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് അല്ലെ? ഓക്കെ.
ഓൾറെഡി മാസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാസുമായിട്ട് കണക്ട് ചെയ്തെടുക്കണം. ഇനി മാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ നമുക്കറിയാം, റോ സിഗൽ ടു എം ബൈ വി. സോ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റോ ഇൻറ്റു വി. ഇനി വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ് അല്ലെ. സോ വോളിയം എടുക്കാം. വോളിയം എടുക്കുമ്പോൾ എന്ത് വരും, 4πr² എടുക്കാം. സോറി, πr² × h എടുക്കാം. കാരണം ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്, ട്യൂബ് അല്ല. സോ πr² × h. ഇവിടെ m is proportional to, substitute എന്താ, proportional to r² എന്നാണ്. m is proportional to r² into h. ഓക്കെ, r² into h. ഇനി ത്രൂ ഔട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 by m2 is equal to r1 by r2 whole square into h1 by h2. ഓൾറെഡി അറിയാം r1 is inverse proportional to h1 ആണ്. സോ r1 by r2 is equal to എഴുതാം. r1 by r2 is equal to തിരിച്ച് എഴുതുമ്പോൾ എന്താ, h2 by h1. ഓക്കെ, അതിനൊക്കെ നല്ലത് h നെ മാറ്റുന്നതായിരിക്കും. r1 by r2 whole square into h1 by h2 മാറ്റി എന്താ എഴുതാം, r2 by r1. സോ ഒരു r ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും, r1 by r2. ഈ r1 by r2 എന്ന് പറയുന്നത് എത്ര റേഷ്യോ വരാം, ഒരെണ്ണം 2r എന്നാണ് അല്ലെ. സോ r by 2r. സോ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്താ, 1:2 ആണ്. രണ്ടാമത്തെ കേസിൽ 2 ടൈംസ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കേസിൽ 5 gram ആണ്. അപ്പൊ രണ്ടാമത്തെ കേസിൽ എന്ത് വരും, m2 is equal to 2 into 5 which means 10 gram. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റനില് the energy equivalent of 0.5 gram of a substance. ഡയറക്റ്റ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എടുക്കാവുന്നതാണ്. E is equal to mc² എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ, എനർജി ഈക്വലന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ. സോ E equal to mc². ക്വസ്റ്റൻ ആണ്. m അവിടെ 0.5 gram 10⁻³ into 3 into 10⁸8 whole square. So 3 into 0.5, 1.5 into 10⁻16, 10⁻³ so 1.5 into 10⁻13. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓ സോറി, ഇവിടെ 3² ഉണ്ട്. സോ എന്ത് വരും, 3 into 1.5 കൂടി ചെയ്യേണ്ടി വരും, into 3 കൂടി ഉണ്ടാവും. സോ 4.5 into 10⁻13 വരാം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. 3 കൂടി സ്ക്വയർ നമ്മൾ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സോളിഡ്സ് വിച്ച് ഹാവ് ദി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഡയറക്റ്റ് നമ്മുടെ NCERT ഉള്ള ഒരു കേസാണ്, സെമി കണ്ടക്ടേഴ്സിനാണ് കേസ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് ഏത് ടെമ്പറേച്ചർ എന്നുള്ള അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം വെരി ഹൈ ടെമ്പറേച്ചറോട് എത്തുമ്പോൾ ഇൻസുലേറ്റേഴ്സും ഈ പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. സോ ഇതിനും ഒരു ചാൻസ് അവിടെ പോസിബിൾ ആണ്. എങ്കിൽ നമുക്ക് NCERT ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. ഇത് മിക്കവാറും നീറ്റിന്റെ ഒഫീഷ്യൽ കീ വരുമ്പോഴാണ് ഇത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a ray of incident at an angle is incident at an angle I on the surface of a small angle prism and emerges normally from the opposite surface. If the refractive index of the material of the prism is mu, then the angle of incidence is nearly equal to. Prism ഒരു ആംഗിൾ വരുന്നു. ഒരു മെയിൻ പോയിന്റ് ഇവിടെ emerges normally from the opposite surface എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ഇവിടെ തിരിച്ചു പോകുന്ന ഈ റേയുടെ ആംഗിളും അവിടുന്ന് നേരെ പോകുന്ന ആംഗിളും സെയിം ആയിരിക്കും. കാരണം എന്താ, നോർമലി വന്നു കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. സോ അതേ പാത്തിലാണ് അത് കറക്റ്റ് അതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതേ പാത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ എന്താണ്, R2 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനീഷ്യൽ കേസ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നോർമലി സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. sin I by sin R is equal to n2 by n1 ആണ്. സോ n1 into sin I is equal to n2 into sin R. n1 എന്ന് പറയുന്നത് ഇവിടെ എയർ എന്നായിരിക്കും പുറമേത്തെ മീഡിയം. സോ sin I is equal to n2. രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ്നെസ് mu എന്നാണ്, mu into sin R എന്നാണ്. ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ അറിയാം, a equal to r1 plus r2 എന്നാണ്. രണ്ട് ആറിന് ഇവിടെ ഡിപെൻഡൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ R ഇവിടെ എന്താ 0 ആയതുകൊണ്ട് a equal to എന്ത് എഴുതാം, r1 എന്ന് കൊടുക്കാം.
സോ ഈ ആറിന് വരെ എന്ത് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. ഇക്വേഷൻ മ്യൂ ഇൻറ്റു സൈൻ എ. അതിൽ തന്നെ സ്മോൾ ആംഗിൾഡ് പ്രിസം ആയതുകൊണ്ട് ക്വസ്റ്റനിൽ സ്മോൾ ആംഗിൾഡ് പ്രിസം ആണ്, അതുകൊണ്ട് തന്നെ ആംഗിൾസ് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ആംഗിൾസിനെ അപ്രോക്സിമേറ്റ്ലി ആംഗിൾ ആയിട്ട് എടുക്കാം. സോ ഐ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എ. ഓപ്ഷൻ ബി ആണ്. ഈ കേസ് സ്മോൾ ആംഗിൾ പ്രിസം എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ആണ്, അത് പഠിക്കണം. For which one of the following Bohr model is not valid? Bohr model completely valid on hydrogen similar atoms ആണ് അല്ലെ. സോ ഡ്യൂട്രോൺ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ്, ഹൈഡ്രജൻ ഓക്കെ ആണ്, H+ അയോണും ഹൈഡ്രജൻ സിമിലർ ആണ്. ഈ സിംഗിൾ അയനൈസ്ഡ് നിയോൺ ആറ്റം ആണ് അവിടെ എന്ത് വരുന്നത്, അപ്ലിക്കബിൾ അല്ലാതെ വരുന്നത്. ബോർ മോഡൽ നോട്ട് വാലിഡ്, ബോറിന്റെ ലിമിറ്റേഷൻ കൂടിയാണ്, ഹൈഡ്രജൻ സിമിലർ ആറ്റംസിന് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇതാണ് അതിന്റെ ആൻസർ, സിംഗിൾ അയനൈസ്ഡ് നിയോൺ ആറ്റം. Option C. Assume that light of wavelength 600 nanometer is coming from a star. The limit of resolution of telescope whose objective has a diameter of 2 meter is. ഇവിടെ ലാംഡയും തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ട്. നമ്മുടെ ഇക്വേഷൻ പറയുന്നത് എന്താ, റിസോൾവിംഗ് പവറിന്റെ ഇക്വേഷൻ പറയുന്നത് A divided by 1.22 ലാംഡ. സോ രണ്ട് പാരാമീറ്റർ തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ചോദിച്ചുള്ളത് റിസോൾവിംഗ് പവർ അല്ല, എന്താ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് റിസോൾവിംഗ് പവറിന്റെ റെസിപ്രോക്കൽ ആണ്. സോ ഫൈനൽ ആൻസറിനെ ഒന്ന് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് റെസിപ്രോക്കൽ എടുത്താലും മതി. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ വരുന്നത് ഇതിൽ ഓപ്ഷൻ 3.6 into 10⁻⁻7 ആണ്. ആൻസർ കീ 4 ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. A body weighs 72 Newton on the surface of Earth. What is the gravitation force on it at a height equal to half the radius of the Earth? Normal gravitation force ആണ് ഇക്വേഷൻ നോക്കാം. F is equal to G m1 m2 by r square. So distance നോട് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇത് നോർമൽ കേസിൽ എർത്തിന്റെ റേഡിയസ് r എന്ന് എടുത്തു കഴിഞ്ഞാൽ 72 ന്യൂട്ടൺ എന്ന് കൊടുക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് r-ന്റെ കൂടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് റേഡിയസ് ആണ് അല്ലെ. ഇക്വേഷൻ എന്തായി, gm1 m2 divided by r plus r by 2. റേഡിയസിന്റെ പകുതി ഹൈറ്റ് മുകളിലോട്ട് പോയി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാ വരാം. ഇവിടെ 3r/2 വരും അല്ലെ. സോ 3r/2 ഹോൾ സ്ക്വയർ. സോ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസറിന് ഞാൻ ജസ്റ്റ് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് എന്ന് കൊടുത്താൽ എന്ത് വരും, f ഡിവൈഡഡ് ബൈ, ബാക്കിയുള്ള ഇക്വേഷൻ കറക്റ്റ് ആണ്, ബാക്കി എന്ത് വരും 3/2 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ തിരിച്ചിടുമ്പോൾ 4f/9. സോ ആൻസർ എന്ത് വരും, 4 into 72/9. 4 into 4, 72/9, 8. 8 into 4, 36, 32 Newton. Okay, sorry, 32 Newton ആണ് ആൻസർ വരാം. A charged particle having drift velocity 7.5 into 10⁻⁻4, electric field 3 into 10⁻⁻10. മൊബിലിറ്റി ഡയറക്റ്റ് ഇക്വേഷൻ ഉള്ളതാണ്. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. രണ്ടുപേരോട് തന്നിട്ടുണ്ട്. 7.5 into 10⁻⁻4 ഡിവൈഡഡ് ബൈ 3 into 10⁻⁻10. ക്യാൻസൽ ചെയ്യുക. 2.5 into 10⁻6. ഓപ്ഷൻ എ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ അറിയേണ്ട മാത്രം ബാധ്യതയുള്ളൂ. For a transistor, which of the following statement is correct? Base emitter collector region should have same size. അല്ല, വ്യത്യാസമുണ്ട്. Both emitter junction as well as collector junction are forward bias. Collector junction സാധാരണ reverse bias ആണ് വെക്കാറ്. The base region must be very thin and light doped. അത് ഓക്കെയാണ്. Base emitter and collector region should have same doping concentration. അങ്ങനെയല്ല വരാറ്. ഓപ്ഷൻ സി ആണ് അതിൽ കറക്റ്റ് ആൻസർ. ബേസിക് കോൺസെപ്റ്റ് ആണ് സെമി കണ്ടക്ടേഴ്സിന്റെ അല്ലെ. The capacitance of a parallel plate capacitor with air as a medium is 6 microfarad. With the introduction of a dielectric medium, the capacitance becomes 30 microfarad. രണ്ട് കേസുകൾ ഇൻഡിവിജ്വലി നോക്കാം. നോർമൽ കേസിൽ നമ്മുടെ ഇക്വേഷൻ C is equal to A epsilon 0 divided by D എന്നാണ് അല്ലെ. ഇതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുള്ളത് 6 microfarad എന്നാണ്. മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സം A epsilon 0 into epsilon r divided by D എന്ന് വരും. അത് എത്രയാ, 30 microfarad.
സോ ഞാനത് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ആറിന്റെ വാല്യൂ കിട്ടും. സോ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 6 5 മൈക്രോ ഫാരഡ്. ആക്ച്വലി ആൻസർ ആയിട്ടില്ല. ഇപ്പൊ ഇവിടെ 5 കിട്ടും, ചിലപ്പോൾ 5 തന്നിട്ടുണ്ട്. സോറി, മൈക്രോ ഫാരഡ് ഇല്ല, യൂണിറ്റ് ഇല്ല, ക്യാൻസൽ. ഇനി ചോദ്യം എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആണ് ചോദിച്ചിട്ടുള്ളത്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് വെച്ചാൽ എന്താ? എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്നാണ്. സോ multiply 8.854 into 10 raised to minus 12 into 5. So some 40 into 10 raised to minus 12 എന്ന് വരും. ആ റേഞ്ചിലില്ല, 0.44 ഉണ്ട്. രണ്ട് പ്ലേസ് ഇങ്ങോട്ട് നീക്കി വരുമ്പോൾ എന്ത് വരും? ഇവിടെ 10 raised to minus 10, ഓപ്ഷൻ ബി. സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഈസി ഒരു ക്വസ്റ്റൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. Taking into account of significant figures, what is the value of 9.99 minus 0.0099? വേണമെങ്കിൽ ഇത് കുറയ്ക്കാം, പക്ഷെ ഓപ്ഷനിൽ സിഗ്നിഫിക്കൻസ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കാറ്? ഏറ്റവും ലോവസ്റ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണോ അത്രയും നമ്പേഴ്സ് ആൻസറിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ 2 ഇവിടെ 4. സോ ഇതാണ് ലോവസ്റ്റ് നമ്പർ. ഇതില് എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ 2 നമ്പറേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞിട്ട്, വേറെ ഒന്നും അങ്ങനെ തന്നെ വരുന്നില്ല. സോ ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യാവുന്നതാണ്. 9.99 മൈനസ് 0.0099. ഓക്കെ, ചെയ്തു വരുമ്പോഴും സെയിം ആൻസറിന് വരും. 9.9801 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതില് ലാസ്റ്റ് ആൻസർ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ലോവസ്റ്റ് 2 പൊസിഷൻ നീക്കി വരുമ്പോൾ 9.98 ആൻസർ ആക്കി എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ റിപ്പീറ്റേഷൻ വരാത്തതുകൊണ്ട് ഈസി ആയിട്ട് ചൂസ് ചെയ്യാവുന്ന ആൻസർ കേട്ടോ. പുള്ളി പ്രോബ്ലം ആണ്. 2 bodies of masses 4 kilogram and 6 kilogram tied at the end of mass string. Question എന്താണ്? System acceleration of due to gravity. Acceleration of system in terms of acceleration to gravity. Add equation F driving minus F opposing എന്നാണ് divided by total mass M total. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 6 തന്നെ ആയിരിക്കും, വെയിറ്റ് കൂടുതൽ ഇയാളാണല്ലോ. സോ 6G opposing force 4G, 6G minus 4G divided by total mass 6 plus 4. So minus here 2G divided by 10 cancel ചെയ്യുമ്പോൾ G by 5. ഈസി ക്വസ്റ്റൻ ആണ്. പുള്ളിയിൽ നമുക്ക് വരാവുന്നതിൽ വെച്ചിട്ട് കുറച്ച് ഈസി ക്വസ്റ്റനിൽ പെട്ട ഒരു ക്വസ്റ്റൻ ആണത്. A cylinder contains hydrogen gas at pressure 249 kilopascal and temperature 27 degrees Celsius. Its density is. Ideal gas equation എടുക്കുന്നു. PV is equal to nRT. എനിക്ക് ഡെൻസിറ്റി കൊണ്ടുവരാൻ വേണ്ടി n ഞാൻ ചേഞ്ച് ചെയ്യുന്നു, which is m by m0 into RT. Then വോളിയത്തിന് ഇങ്ങോട്ട് എടുക്കുക, m0 അങ്ങോട്ട് കൊണ്ടുപോവാ. സോ മാസ് ബൈ വോളിയം എന്തായി? റോ എന്നാവും അല്ലെ. സോ ഇക്വേഷൻ, റോഡ് ഇക്വേഷൻ മാത്രം എടുക്കാം. റോ is equal to ഇവിടെ P ഉണ്ട്, then m0 divided by RT. Direct substitution, kilopascal ആണ്. So 249 into 10 raised to 3 into m0. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ 2 gram ആണ് വരിക. 2 into 10 raised to minus 3 divided by R ന്റെ വാല്യൂ 8.8314 into 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 300. അപ്രോക്സിമേറ്റ് വാല്യൂ ആയാലും മതി. 250 ആക്കി എടുക്കാം. 1000 ഇത് ക്യാൻസൽഡ്. സോറി 500, മുകളിൽ 500. 8.8 into 3 എന്ന് പറയുമ്പോൾ ഏകദേശം 2400 വരും. സോ 500, 2 0 ക്യാൻസൽ ചെയ്യാം. സോ 5 divided by 24 എന്നുള്ളൊരു വാല്യൂ. സോ 1/12 ആയിട്ട് ആൻസർ എടുക്കാം. ഓപ്ഷൻ ഏകദേശം 0.2 എന്നുള്ള ആൻസറിലോട്ടാണ് എത്താട്ടോ. സോൾവ് ചെയ്ത് വന്നാൽ മതി, അത്ര ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻ അല്ല അത്, പെട്ടെന്ന് ക്യാൻസൽ ആവും. Ratio of contribution made by the electric field and magnetic field components to the intensity of electromagnetic wave is. Actually intensity എന്ന് പറയുമ്പോൾ എനർജി ഈക്വലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ 1:1 ആണ് വരിക. അതിന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ എനർജി സ്റ്റോർഡ് ഇക്വേഷൻ എടുക്കുക. U1 is equal to half epsilon 0 E square. Similarly magnetic field കേസിൽ B square divided by 2 mu 0. സോ ഞാൻ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം. U1 by U2. ഈ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. U1 by U2 is equal to ഒരു സൈഡ് എന്ത് വരും?
E by B whole square into epsilon 0 into mu 0. ഇവിടെ 2 mu 0. ഓക്കെ, ഇതിന്റെ വാല്യൂ പറയുന്നത് സി സ്ക്വയർ ആണ്. നമുക്ക് ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അറിയുന്നതാണ്. ഇതിന്റെ വാല്യൂ പറയുന്നത് 1 by root c ഹോൾ സ്ക്വയർ എന്നാണ് വരിക. സോ എന്ത് വരും? 1 by c സ്ക്വയർ എന്ന് വരും. സി സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് 1:1 എന്നുള്ള ആൻസറിലോട്ട് എത്തും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഡയറക്റ്റ് ആലോചിക്കുകയാണ്, എനർജി എന്ത് ചെയ്യും? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1:1 ആണ് ആൻസർ. Long solenoid, 50 cm length, having 100 turns, carries a current of 2.5 ampere. The magnetic field at the center of the solenoid. Easy question ആണ്. B equal to mu 0 Ni 4 pi into 10 raised to minus 7 എന്ന് പറഞ്ഞ number of turns per unit length ആണ്. So 100 divided by 50 cm ഉണ്ട്, 10 raised to minus 2 into I 2.5 ampere. Substitute ചെയ്തെടുക്കാം. 10 raised to minus 2, 10 raised to minus 4, 10 raised to 4 വരും. ഇവിടെ 10 raised to 3, 10 raised to minus 4. Then 2.5 into 4 എന്ന് പറയുമ്പോൾ 10, 10 by 5 2 വരും. സോ 5 കൂടി ഉണ്ട് അല്ലേ. 2 into 5 എന്ന് പറയുമ്പോൾ 6.28 into 10 raised to minus 4 ടെസ്ല. ഓപ്ഷൻ ഡി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതിൽ n മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. The Young's double slit experiment, if the separation between coherent sources is halved, the distance of the screen from the coherent source is doubled, then the fringe width becomes. അതും ഡയറക്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്. ബീറ്റ is equal to lambda d by d. ആക്ച്വലി ഇവിടെ സെപ്പറേഷൻ ബിറ്റ്വീൻ കോഹറന്റ് സോഴ്സ് ഹാഫ്ഡ്. സോ നെക്സ്റ്റ് കേസിൽ ബീറ്റ ഡാഷ് is equal to lambda d by 2, then distance and the screen from the coherent source is doubled, 2 capital D. So 2 മുകളിലേക്ക് പോകുമ്പോൾ 4 lambda d by d, which means 4 into beta. Answer 4 times increase ചെയ്യും. NCERT ബോർഡ് എക്സാമിന് പഠിക്കാവുന്ന ക്വസ്റ്റൻസിൽ പെട്ട ഒന്നാണ്. സിമ്പിൾ ലെവൽ. ഓക്കെ. A resistance wire connected in the left gap of a meter bridge balances a 10 ohm resistance in the right gap. So equation some x divided by 10, which is equal to, divide the bridge wire in the ratio 3:2. Okay. Length, total length പറയുന്നത് 1.5 ആണ്. ഇവിടെ x is equal to 30 divided by 2, so 15 ohm ആണ് വരിക. അപ്പോൾ 15 ohmന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 1:5 മീറ്റർ ആണ്. ചോദ്യം 1 ohmന് കറസ്പോണ്ടിങ് എത്രയാണെന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ ഡയറക്റ്റ് കണ്ടാൽ അറിയാം 0.1 മീറ്റർ ആണ് വരിക അല്ലെ. 1/10 അല്ലേ വരുന്നത്. സോ 0.1 മീറ്റർ എന്ന് പറയുമ്പോൾ 1 into 10 raised to minus 1 കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ. ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്. The energy required to break the bond in DNA is 10 raised to minus 20 joule. Its value in electron volt. Just unit conversion. 1 electron volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 into 10 raised to minus 19 joule എന്നാണ്. ഇലക്ട്രോണിന്റെ ചാർജ് തന്നെ into 1 volt അല്ലേ. So 1 joule means 1 divided by 1.6 into 10 raised to minus 19. ഇവിടെ 10 raised to minus 20 joule ആണ്. So 10 raised to minus 20 ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 1.6 into 10 raised to minus 19. So 1 by 1.6 എന്ന് പറഞ്ഞാൽ 0.625 into ഇവിടെ വരും 10 raised to minus 1. So 0.6 into 10 raised to minus 1, 0.06. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റൻ ആണ്. യൂണിറ്റ് കൺവേർഷൻ മാത്രം ആലോചിച്ചാൽ മതി. When a uranium isotope U92-235 bombarded with 1 neutron generates krypton ആണ് 3689 with 3 neutrons. Okay, 301 plus extra ആണ്. ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് പഠിക്കുന്നതാണ്. ബാരിയം ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ബാരിയം ആണ് നമുക്ക് കിട്ടുക. ആക്ച്വലി ന്യൂക്ലിയർ ഫിഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ജനറൽ ഇക്വേഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഈസി എടുക്കാവുന്നതാണ്. ഇവിടെ 92 ആണ് ഓപ്ഷൻ. ഇവിടെ 92 minus 36 ആണ് ഇവിടെ ആൻസർ വരിക അല്ലെ.
എത്ര വരും? 56 വരും. 56 ഒന്ന് തന്നെ ഉള്ളൂ. ഇനി മുകളിൽ നോക്കിയാൽ 235 236 വരും. ഇവിടെ 89 പ്ലസ് 3 എന്ത് വരും? 92. 236 മൈനസ് 92 എന്ത് വരും? 144 വരും. അങ്ങനെ നോക്കിയാലും വാല്യൂ തന്നെയാണ് ആൻസർ വരാം. ബൈ ഹാർട്ട് ചെയ്യാത്തവർക്ക് പോലും അത് കിട്ടാവുന്ന ഒരു ആൻസർ ആണ്. ഇത് ന്യൂക്ലിയർ ഫിഷന്റെ ജനറൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. സോ ഇത് ഡയറക്റ്റ് കിട്ടുന്നതാണ് ഈ സോഴ്സ്. Two cylinders A and B of equal capacity are connected to each other via a stopcock. It contains standard temperature and pressure, completely evacuated. The entire system is thermally insulated. ആ വേർഡിൽ തന്നെ അത് പറഞ്ഞു ഏത് പ്രോസസ്സാണ് വെച്ചാൽ തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ അവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ഈസ് അഡിയാബാറ്റിക്. Light with an average flux of 20 watt per meter square falls on a non-reflective surface at a normal incidence having surface area 20 centimeter square. The energy received by a surface during with the time span of 1 minute. Thermal properties ആണ് റേഡിയേഷന്റെ കേസാണ്. ഇവിടെ റേഡിയേഷൻ പവർ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്നാണ്. അത് ഇക്വേഷൻ അറിയണമെന്നില്ല, നിർബന്ധമല്ല. ഇവിടെ നോക്കി നോക്കിയേ, W per centimeter square എന്നല്ല കൊടുത്തിട്ടുള്ളത്, വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ അതിൽ തന്നെ ക്ലിയർ ആണ് വാട്ട് ഇസിക്കൽ എന്തായിരിക്കും, ഈ വാല്യൂ ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെ. ഇനി നമുക്കിവിടെ ഇന്റൻസിറ്റി എത്ര പറഞ്ഞിട്ടുള്ളത്, ആവറേജ് ഫ്ലക്സ് ഫോൾസ് ഓൺ എ റിഫ്ലക്റ്റീവ് സർഫേസ് 20 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 20 ഇൻറ്റു 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 2 സെന്റിമീറ്റർ സ്ക്വയർ അതുകൊണ്ട് കൺവേർട്ട് ചെയ്യണ്ട. സോ 400. നമ്മുടെ ചോദ്യം പവർ അല്ല എനർജി ആണ്. പവർ കിട്ടിക്കഴിഞ്ഞാൽ എനർജിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്നാണ്. സോ 400 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. സോ 24,000. ഓപ്ഷൻ ബി 24 ഇൻറ്റു 10 ക്യൂബ്. ഇക്വേഷൻ ഡയറക്റ്റ് അറിയാത്തവർക്ക് പോലും ഈ യൂണിറ്റ് എന്നുള്ളൊരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എനർജിയിലോട്ട് അത് എടുക്കാവുന്നതാണ് കേട്ടോ. ബുദ്ധിമുട്ടില്ലാത്തൊരു കോസ്റ്റാണ്. The quantity of heat required to rise the temperature of two solid copper spheres of radius R1 and R2 through 1 Kelvin are in the ratio. നമുക്ക് ഇവിടെ ഹീറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ബേസിക് ഇക്വേഷൻ അറിയാം, Q is equal to ms delta theta അല്ലെങ്കിൽ delta T. സോ Q is directly proportional to mass എന്നാണ്. മാസ് വെച്ചിട്ട് റേഡിയസ് എങ്ങനെ എടുക്കാം? മാസിന്റെ ഇക്വേഷൻ അറിയാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എടുക്കാം. സോ ഇവിടെ വോളിയം എന്ന് പറയുന്നത് കോപ്പർ സ്ഫിയർ ആയതുകൊണ്ട് 4/3 pi r cube. സോ m is directly proportional to r cube. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, Q directly proportional to r cube എന്ന് എടുക്കാം. കണക്ഷൻ ആയല്ലോ. സോ നമുക്ക് റേഷ്യോ ആണ് ചോദിച്ചല്ലോ ഡയറക്റ്റ് അല്ലെ. സോ Q1 is to Q2 is equal to R1 is to R2 all cube. അതില് R1 is equal to 1.5 into R2 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ R1 is to R2 എന്ന് പറയുന്നത് 1 is to 1.5 എന്നാണ്. ഓക്കെ, അപ്പോൾ 1 is to 1.5 എന്ന് പറയുമ്പോൾ 2/3 എന്ന് കൊടുക്കാം ഓൾ ക്യൂബ്. സോ 8/27 എന്ന് വരും. അതില് നമ്മുടെ നമുക്ക് തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, R2/R1 ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇവിടെ ഹീറ്റും റേഡിയസും നമ്മൾ റിലേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. ദിസ് ഇക്വേഷൻ നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എടുക്കാം. ദെൻ ഈ മാസിന്റെ ഇക്വേഷൻ നമുക്ക് ഫ്ലൂയിഡ് ഇക്വേഷൻ നോർമൽ ഇക്വേഷൻ വെച്ചിട്ട് ഡെൻസിറ്റി ഇക്വേഷൻ വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, the average thermal energy for a monoatomic gas is kinetic theory ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇക്വേഷൻ F into half kBT എന്നാണ്. അതില് മോണോ ആറ്റോമിക് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. സോ ആൻസർ എന്താ 3/2 kBT. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. A series Celsius circuit is connected to an AC voltage source when I is removed from the circuit. L എന്നായിരിക്കും. L is removed. The phase difference between current and voltage is L എന്നാണ് ഉദ്ദേശിച്ചത്. Is 5/3. If instead C is removed from the circuit, the phase difference is again 5/3 between current and voltage. The power factor in the circuit. Power factor കിട്ടണമെങ്കിൽ നമുക്ക് 5 കിട്ടണം. 5 കിട്ടാൻ ഈസി മെത്തേഡ് tan phi ആണ്. സോ
സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡഡ് ബൈ R എന്നാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ L ഈസ് റിമൂവ്ഡ്. L റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വേഷൻ ഇല്ല, XC ഡിവൈഡ് ബൈ R അല്ലേ. അപ്പൊ ആ ഇക്വേഷൻ എന്താ, പൈ ബൈ 3. സോ ടാൻ പൈ ബൈ 3 ഈസ് ഈക്വൽ ടു XC ഡിവൈഡഡ് ബൈ R. നെക്സ്റ്റ് കേസിൽ C റിമൂവ് ചെയ്തു, അപ്പൊ ഇക്വേഷൻ എന്താ, XL ഡിവൈഡഡ് ബൈ R. അപ്പോഴും പൈ ബൈ 3 ആണ്. സോ ടാൻ പൈ ബൈ 3. രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. XC ഡിവൈഡ് ബൈ R is equal to XL ഡിവൈഡ് ബൈ R. R ഡിനോമിനേറ്റർ സെയിം ആണ്, സോ ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. XL is equal to XC. സോ ദ കണ്ടീഷൻ ഈസ് റെസൊണൻസ്. റെസൊണൻസ് ആണെങ്കിൽ Z is equal to R ആണ്. ദാറ്റ് മീൻസ് ഫൈ എന്ന് പറയുന്നത് എന്താ, 0 ഡിഗ്രി ആണ്. അപ്പൊ കോസ് ഫൈ എന്താ, 1 ആണ്. ആൻസർ ബി. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്, പക്ഷെ NCERT ലെവലിൽ നല്ല ക്വസ്റ്റൻ തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും അതിൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഒന്നും പറയാനില്ല. Two particles of mass 5 kg, 10 kg respectively are attached to the two ends of a rigid rod of length 1 meter, negligible mass, center of mass. System of particles എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് മാസുകൾ 5 കിലോഗ്രാം, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. 10 കിലോഗ്രാം, ടോട്ടൽ 1 മീറ്റർ ലെങ്ത്, 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 1 വരും. സെന്റർ ഓഫ് മാസ് ഇക്വേഷൻ എന്താ, m bar is equal to m1 d1 plus m2 d2 divided by m1 plus m2. So first one already 0 ആയി പോകും, 5 into 0 എന്ന് എടുക്കാം. പ്ലസ് രണ്ടാമത്തെ ആള് 1 അല്ലേ, അപ്പൊ 10 into 1 divided by 5 plus 10. So 10 divided by 15, which means 2 by 3. 2 by 3 പറഞ്ഞാൽ 0.66 സംതിങ് വരും. പക്ഷേ മീറ്റർ ആണ്, കിലോമീറ്റർ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 67 സെന്റിമീറ്റർ. ഈസി ക്വസ്റ്റൻ ആണ്. The phase difference between displacement and acceleration of a particle, simple harmonic motion. Simple harmonic motion ന്റെ displacement equation എന്ന് പറയുന്നത് x is equal to a sin omega t ആണ്. Acceleration equation a is equal to minus a omega sin omega t ആണ്. ax square sorry ഒമേഗ ഇൻറ്റു നമ്മൾ എക്സ് കൊടുക്കാറുണ്ട് അല്ലെ, എ ഒമേഗ സൈൻ ഒമേഗ. ഇത് രണ്ടും നമ്മൾ നോക്കി നോക്കിയേ, ഒമേഗ പൊക്കോട്ടെ കോൺസ്റ്റന്റ് വാല്യൂ നോക്കി കഴിഞ്ഞാൽ ബാക്കി പ്രൊപ്പോർഷണാലിറ്റി നോക്കുമ്പോൾ എന്താ, ഇതിന്റെ നേരെ ഫേസ് ആംഗിൾ ചേഞ്ച് മൈനസ് അല്ലേ വരുന്നത്. മൈനസ് വരുന്നതാണ്, ഇത് 1 ഇത് -1 ആണെങ്കിൽ എത്ര ഡിഗ്രി തിരിഞ്ഞുണ്ടാവുക, 180 ഡിഗ്രിയാണ് തിരിഞ്ഞുണ്ടാവുക. സോ ഫേസ് ഡിഫറൻസ് പറയുന്നത് പൈ ആംഗിൾ വരാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1ഉം എയും ബിയും അല്ല, ഓപ്ഷൻ സി ആണ്, പക്ഷേ ഡി ആണ്, പൈ റേഡിയൻ വരുന്നുണ്ട് കേട്ടോ. Okay. Next, wave optics question, polarization. The Brewster's angle for the interference should be totally വെച്ചിട്ടുള്ളത്. ഇപ്പൊ ബ്രൂസ്റ്റേഴ്സിലോ ആലോചിക്കുക, ബ്രൂസ്റ്റേഴ്സിലോ എന്താ പറയുന്നത്, the refractive index is equal to tan of Brewster's angle എന്നാണ് അല്ലെ. ഓക്കെ, ഇതില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ എപ്പോഴും n should be greater than 1 ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, tan IB എന്ന് പറയുന്നത് എന്തായിരിക്കും, greater than 1 ആയിരിക്കും. ടാന്റെ ഏത് ആംഗിൾ ആണ് ഗ്രേറ്റർ ദാൻ 1 വരണമെങ്കിൽ ടാന്റെ ഏത് ആംഗിൾ വരും, 45 ഡിഗ്രി ആവണം. സോ ഐ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി ആയിരിക്കും. പിന്നെ മാക്സിമം വാല്യൂ 90 ആണ്, പിന്നെ വീണ്ടും അത് കുറഞ്ഞു വരും അല്ലെ. സോ 45 ഐ ബി ഈസ് ഗ്രേറ്റർ ദാൻ 45 ലെസ് ദാൻ 90. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ, ഈസി ക്വസ്റ്റൻ ആണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്, ml റേസ് -1 t റേസ് -2. ഇപ്പൊ അത് അറിയില്ല, സ്ട്രെസ് അറിയില്ലെങ്കിൽ സ്ട്രെസിന്റെ ഇക്വേഷൻ അറിയുന്നതാണ്. ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ഡയമെൻഷൻ ml t റേസ് -2 ഡിവൈഡഡ് ബൈ l സ്ക്വയർ, സിംബോളിക് വരുമ്പോൾ l റേസ് -1 t റേസ് -2. ഈസി ക്വസ്റ്റൻ. കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. കളർ കോഡിന്റെ ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. ഗോൾഡ് ആണ് ടോളറൻസ്, സോ ഇയാളെ നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് വാല്യൂസ് നോക്കുമ്പോൾ യെല്ലോ നമ്പേഴ്സ് ഓക്കെയാണ്, ബ്രൗൺ മാത്രം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം ഇത് ഈ വാല്യൂ മാത്രം നോക്കണ്ടോ. ബ്രൗൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്രൗൺ രണ്ടാമത്തെ നമ്പർ ആണ് അല്ലെ. സോ ആൻസർ വരാം 47 × 10⁻⁴ ഓം എന്നാണ് വരും. സോ നമുക്ക് 470 എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 470 ഓപ്ഷൻ ഉണ്ട്, പിന്നെ കിലോ എന്ന് പറയുമ്പോൾ 10⁻³ എന്ന് വരും. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഇൻവാലിഡ് ആണ്, ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം. അതും വളരെ ഡയറക്റ്റ് ഈസി ക്വസ്റ്റൻ ആണ്.
A spherical conductor of radius 3.2 into 10 raised to minus 7 distributed uniformly. What is the magnitude of electric field at a point 15 centimeter from the center of sphere? Sphere outside ഉള്ള ഒരു പോയിന്റ് ആണല്ലേ. Equation Gauss's application ആണ് K Q by R square. 9 into 10 raised to 9 given ആണ് 3.2 into 10 raised to minus 7 divided by 15 centimeter. So 15 into 10 raised to minus 2 whole square. Here 9 10 raised to 9 ഏകദേശം നമുക്ക് 10 raised to 10 ആക്കി എടുക്കാം into ഇവിടെ 10 raised to minus 7 ഉണ്ട്. 10 raised to minus 4 മുകളിൽ വരുമ്പോൾ 10 raised to 4 എന്ന് കൊടുക്കാം. ഇനി ഈ വാല്യൂ 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏകദേശം 225 വരും. 3 by 225 അല്ലെ നമുക്ക് ഇവിടെ 2 ഓക്കെ ഈ വാല്യൂ എടുക്കുന്നതിന് പകരം ഇവിടെ 0.15 കൊടുത്താൽ മതി. 0.15 എന്ന് പറയുമ്പോൾ ഏകദേശം 0.225 വരും അല്ലെ. 2 by 0.225 എന്ന് പറഞ്ഞാൽ ഏകദേശം തന്നെ വരാം 3 ആ റേഞ്ചിന് വരാം. സോ ഈ ആൻസറിലോട്ട് നോക്കിയാൽ മതി. ഓപ്ഷൻ 10ന്റെ എല്ലാ പവറുകളും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. 10ന്റെ പവർ മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും ആൻസർ. ഞാൻ ഇതിനെ 1.5 into 10 raised to minus 1 കൊടുക്കാം. സോ 10 raised to 2 നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ 1.5 സ്ക്വയർ 2.25 3.2 ഡിവൈഡ് ബൈ 2.25 പറയുമ്പോൾ ഏകദേശം 1 തന്നെയാണ്. സോ അത് സെയിം 1.28. 10 raised to 10 10 raised to 2 10 raised to 12 minus 7 എന്ന് പറയുമ്പോൾ എന്താ 10 raised to 5. ഓപ്ഷൻ എ ആണ് ആൻസർ. അതും ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടില്ല. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കേണ്ട വാല്യൂ മാത്രം, അപ്പൊ 10 to the power മാത്രം ചെക്ക് ചെയ്യാൻ കാര്യമായിട്ടുള്ളൂ. Find the torque about the origin when force 3J. ടോർക്ക് ഇക്വേഷൻ R cross F എന്നാണ്. തിരിച്ച് F cross R എഴുതരുത്, തെറ്റിപ്പോവും. 3J cross പൊസിഷൻ വെക്ടർ 2K. 6 ആണ് ആൻസർ. എല്ലാതും 6 ആണ് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് ഡയറക്ഷൻ ആണ് വേണ്ടത്. IJK. ഓക്കെ, സ്ക്രൂ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോ ജെയിൽ നിന്നും കെയിലോട്ട് ഇങ്ങോട്ടാണ് തിരിയുന്നത്. സ്ക്രൂ എങ്ങോട്ട് കയറി പോവാ, ഇങ്ങോട്ട് കയറി പോവാ, വിച്ച് മീൻസ് മൈനസ് ഐ ഡയറക്ഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓ സോറി, ഇവിടെ ഓപ്ഷൻ 2 ബി ആണ് ആൻസർ. മൈനസ് ഐ ഡയറക്ഷൻ. ഓക്കെ, -6i ഡയറക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 1-2 ടഫ് ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാവുന്നതാണ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ടോപ്പിക് വൈസ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മെക്കാനിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഭാഗത്തു നിന്നും 5 ക്വസ്റ്റ്യൻസും SHM and എന്നുള്ള 2 ക്വസ്റ്റ്യൻസുമാണ് കഴിഞ്ഞ നീറ്റ് പേപ്പറിൽ നമ്മൾ കണ്ടത്. മൊത്തം 17 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഇയർ ടോപ്പിക്സിന് വന്നിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രോ ഡൈനാമിക്സിൽ നിന്നും 16 ക്വസ്റ്റ്യൻസും ഒപ്റ്റിക്സിൽ നിന്നും 4 ക്വസ്റ്റ്യൻസും ബാക്കി നമ്മുടെ മോഡേൺ ഫിസിക്സ് ആൻഡ് സെമി കണ്ടക്ടർ എന്നുള്ള ടോപ്പിക്സിൽ നിന്നും 17 ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസുമാണ് നമുക്കുള്ളത്. അതിന് മൊത്തം 28 ക്വസ്റ്റ്യൻസ് ആണ് പ്ലസ് 2 ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഗതിയിൽ നിന്നും തിരിഞ്ഞിട്ട് പ്ലസ് 2 നിന്നാണ് കുറച്ച് അധികം ടോപ്പിക്സ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം. പിന്നെ ഡിഫിക്കൽറ്റി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70% എബോയും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫ് എന്ന് പറയാനുള്ളൂ. ഒരു 20% മേലെയും എന്താ മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് 2020 പേപ്പറിന്റെ ഫിസിക്സിന്റെ അനാലിസിസ് ഇറങ്ങുന്നത്. സാധാരണ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായിരുന്നു ഫിസിക്സ്, പക്ഷെ ഈ പേപ്പർ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ എളുപ്പമായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ കൂടുകയാണ്. പോരാതെ തന്നെ കട്ട് ഓഫ് മാർക്ക് കൂടാനും വളരെയധികം ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് പേപ്പറിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ഇറങ്ങുന്നത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.